അവൾ അബോർഷന് വേണ്ടി വന്ന് നിൽക്കുകയാണ്. അപ്പോൾ കാര്യം മനസ്സിലായപ്പോൾ പ്രേക്ഷിത പറഞ്ഞ് കാര്യം രണ്ട് വീട്ടിലും ഭർത്താവിൻ്റെ വീട്ടിലും അവളുടെ വീട്ടിലും വേറെ അവളുടെ വീട്ടിൽ പ്രസവം രണ്ടാമത്തെ കുഞ്ഞിനാണ് ഇതിപ്പോൾ ഗർഭം ധരിച്ചിരിക്കുന്നത്. ആദ്യ കുഞ്ഞിനെ കഴിഞ്ഞിട്ട് കടങ്ങൾ കഴിഞ്ഞിട്ടില്ല. വീണ്ടും അമ്മ മാത്രമേ ഉള്ളൂ അവിടെ. അമ്മ വേല എടുത്തിട്ട് പിന്നെ രണ്ടാമതൊക്കെ അമ്മക്ക് പറ്റി ഭയങ്കര അമ്മ അത് വിഷമം പറഞ്ഞു. അവളുടെ ഭർത്താവിൻ്റെ വീട്ടിൽ പെങ്ങ പ്രസവിക്കാൻ വന്നിരിക്കണം, അവിടെയും പറ്റത്തില്ല. അപ്പോൾ രണ്ടുപേരും വീട്ടുകാർ കൈ ഒഴിഞ്ഞ കാരണം അവൾ അബോർഷൻ ചെയ്യാൻ വേണ്ടി വന്നിരിക്കുക. അപ്പോൾ അവർ പ്രേക്ഷിത കണ്ടുപിടിക്കണം അവളുടെ പരിഗണന കണ്ടപ്പോൾ നീ എന്തിനാ വന്നെന്ന് ചോദിച്ചു. ഒരു പരിചയമില്ല, വിലകാരം ചോദിച്ചതാണ്. അതാണ് അധികാരം എന്ന് പറയുന്നത്. പറഞ്ഞ് ഇതാണ് അവസ്ഥ, നീ എൻ്റെ കൂടെ പോര്. ആ പ്രസവത്തിൻ്റെ കാര്യം ഞാൻ ഏറ്റത്, പക്ഷെ കുഞ്ഞിനെ കൊല്ലാൻ പറ്റത്തില്ല. കാര്യം മരണം വരെ നീ അതിന് സമാനം പറയേണ്ടി വരും ദൈവത്തോട്. ഒരു കുഞ്ഞിനെ കിട്ടാൻ വേണ്ടി 46 കൊല്ലമൊക്കെ കണ്ണീരോടെ ആൾക്കാർ നടക്കാൻ കാണുന്നില്ലേ? ഇനി ഒരു കുഞ്ഞിനെ കിട്ടുമെന്ന് എന്താ ഉറപ്പ്? ഈ ഇരിക്കുന്ന കുഞ്ഞ് നിനക്കിപ്പോൾ ഉള്ള കുഞ്ഞ് ജീവിച്ചിരിക്കുന്ന എന്താ ഉറപ്പ്? ഇങ്ങനെ പ്രളാന്ന് കുറേ ചോദ്യങ്ങൾ ചോദിച്ച് അവൾക്ക് ധൈര്യവും കൊടുത്ത് ശക്തിയും കൊടുത്ത് അവളെ കൊണ്ടുപോയി. അധികാരം എന്ന് പറയുന്നത് അറിവ് ക്രിസ്തുവിനെ കുറിച്ചുള്ള അനുഭവം ഞാൻ വർദ്ധിക്കുമ്പോൾ അധികാരം വർദ്ധിക്കണം. എൻ്റെ ദൈവത്തിലെ ഒരു 10-30 വയസ്സ് കഴിഞ്ഞതിനുള്ളിൽ അധികാരം ഉണ്ടാക്കിയെടുക്കണം. അല്ലാതെ ഈ നക്കാപ്പിച്ച് അനുഗ്രഹം മേടിച്ച് തിന്നും വീർത്തും ജോലി കിട്ടി മരിച്ചു പോയിട്ട് ഒന്നും കാണിക്കാനില്ല. മൂന്നാമത്തത് അധികാരകാലം കർത്താവിന് വേണ്ടി പറന്നു വിട്ട് പ്രവർത്തിക്കുന്ന കാലം. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ.